ഹലോ ഡിയേഴ്സ്, നിങ്ങൾക്ക് ഇരുട്ട് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഞങ്ങളിത് നാട്ടിലോട്ടുള്ള ട്രിപ്പ് തുടങ്ങി. അപ്പോൾ സ്റ്റാർട്ടിങ് വീഡിയോ ആണ്. ആദ്യം ഒരു ഹായ് പറഞ്ഞേ. ആദ്യമൊന്നും കാണുന്ന പോലെ എൻ്റെയും പല്ലേ കാണുന്നുള്ളൂ. അജുട്ടൻ ഹായ് പറഞ്ഞേ. അജുട്ടനെ കാണും, ലൈറ്റ് ഫ്രണ്ടിലുള്ളത് കൊണ്ട് ഞങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ, അജുട്ടൻ, ആദികുട്ടൻ, പപ്പ, അജുട്ടൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ എന്താ പറയുക ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. എന്നിട്ട് ആദ്യം നീ വരണില്ലേ ആദ്യം. ഹലോ ഡിയേഴ്സ്, അപ്പോൾ എന്തായാലും ശരി, നമ്മുടെ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണൂലേ എന്താണ് നമ്മുടെ വീഡിയോൻ്റെ പ്രത്യേകത, കാര്യങ്ങൾ ഇന്ന് എന്താണ് നമ്മുടെ വീഡിയോയിൽ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അതെ, അപ്പം നമ്മളിന്ന് നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ബറൂച്ചിലെത്തിയിട്ട് ചേട്ടൻ്റെ കൂട്ടുകാരനെ വിളിക്കാൻ വേണ്ടി നമ്മൾ ബറൂച്ചിലെത്തിയിട്ടുണ്ട്. ആ സമയമായപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ വയറിന്, അതായത് ലൈറ്റിൻ്റെ വയറിങ്ങിന് ചെറിയൊരു ലൂസ് മോഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ നിർത്തിയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ സമയം 11:15 എങ്ങാണ്ടായിട്ട്, 11:15 അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കണം, വാഷ്റൂമിലും പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ നിർത്തിയിട്ട്, ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും ചായയൊക്കെ കുടിച്ച്, കാരണം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ്ലി രാത്രി എവിടെയും നമ്മൾ ഹോൾട്ട് ചെയ്യാണ്ട് കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്യുന്ന ഒരു പ്ലാനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും നിർത്താതെ പോകുന്നത് കൊണ്ട് എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമുണ്ട്. ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്, അജേട്ടനായിക്കോട്ടെ ഫ്രണ്ട് ആയിക്കോട്ടെ ഒക്കെ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വഴിയിൽ നിർത്തിയിട്ട് ചായയും കൂടെ കുടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ എന്തായാലും ആദ്യക്കുട്ടനും ഈ പറഞ്ഞതുപോലെ അവൻ ഐസ്ക്രീമും അതിൽ നിന്ന് കൊണ്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ പാക്കറ്റ് ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം പിന്നെ ഐസ്ക്രീമൊക്കെ നമുക്ക് തണുത്ത സാധനങ്ങളൊക്കെ നമുക്കൊരു വികാരമായതുകൊണ്ട് തന്നെ ഒരു സാധനങ്ങളും ഞാൻ വെറുതെ വിടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കുറച്ച് ഞാൻ എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഐസ്ക്രീമൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എന്ത് പനിയാണെങ്കിലും എന്ത് മഴയാണെങ്കിലും ശരി, അതൊന്നും ഞാൻ വെറുതെ വിടാറില്ല കേട്ടോ. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഞാൻ ആദ്യക്കുട്ടനെ ഞാൻ മുതലാക്കി എടുത്ത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടതേ നല്ല രസമുള്ള ഒരു ഹോട്ടലൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെ ആയിരുന്നു. നല്ല ചായ ആയിരുന്നു കേട്ടോ. ഫ്രണ്ടിലോട്ട് പോയപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. രാത്രി സമയമല്ലേ, പിന്നെ ചെറിയൊരു ബ്രിഡ്ജ് എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു, നാരോ ബ്രിഡ്ജ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നല്ല ട്രാഫിക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കും ഒരു ഹാപ്പിയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ ടോൾ ടാക്സ് അടച്ച് നമുക്ക് മതിയാവും. നല്ലൊരു എമൗണ്ട് ടോൾ ടാക്സിന് നമുക്ക് ബൈ റോഡ് വേണ്ടി എടുത്ത് വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ വീണ്ടും നിർത്തിയിരിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇച്ചിരി ഫ്രണ്ടിലോട്ട് വരുമ്പോഴേക്കും വീണ്ടും ടാക്സ്, ഭയങ്കര ടോളാണ് കേട്ടോ ഫ്രണ്ടിൽ. പിന്നെ നിങ്ങളോടൊക്കെ ഞാൻ ആദ്യമേ ഒരു മാപ്പ് പറയുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പോയിട്ട് വന്ന ഉടനെയാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിടുന്നത് കേട്ടോ. അത്രയും ഡിലേ ആയതുകൊണ്ട്, എൻ്റെ വീട്ടിലെ വൈഫൈയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ഡിലേ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ ആദ്യം ഞാനൊരു സോറി ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സാപ്പുത്താര കയറുന്നതിന് മുന്നേ, പൂനെയുടെ മുന്നേ പുറകിൽ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു, സാപ്പുത്താര ഹെയർ പിൻ കയറുന്നതിന് മുന്നേ നമ്മൾ വീണ്ടും നിർത്തിയിട്ട് ഒന്നുകൂടെ ചായയൊക്കെ കുടിച്ച് റിഫ്രഷ് ആയതാണ് കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ ഇതേ നമ്മുടെ ഒരു സ്റ്റാച്ചു പോലത്തെ ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്നൊന്ന് എൻജോയ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ ഇങ്ങ് കയറിയതാണ്. കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല അല്ലേ അതി? നിന്നെക്കൊണ്ട് പറ്റുമോ കാണാൻ കഴുകാൻ?
ഞാൻ കാണാൻ കഴിവില്ല. നല്ല ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കണം ഗൈസ്. നല്ല അടിപൊളി ഉറക്കം കഴിഞ്ഞിട്ടാണ് ആശാൻ എഴുന്നേറ്റിരിക്കുന്നത്. ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങി എഴുന്നേറ്റത്. ഞാനും ആദ്യക്കുട്ടിയും കൂടെ കുറച്ച് വളുപ്പത്തരങ്ങളൊക്കെ കടിച്ചിട്ട് എന്തായാലും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പതുക്കെ നൈസായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെങ്ങോട്ടൊന്നില്ലാതെ ഉള്ളൊരു പോക്ക് പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. എപ്പോൾ ഏത് സമയത്ത് എവിടെ എത്തുമോ ഒന്നും നമുക്കറിയില്ല. അപ്പം ഞങ്ങളുടെ പ്ലാൻ ഈ പറഞ്ഞ ഞങ്ങൾ ഒരു 15-നാണ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന്. വേറെ നിന്ന് രാത്രി ഒരു 8 മണിയൊക്കെ ആയ സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക 15th രാത്രി ഫുൾ കണ്ടിന്യൂസ്ലി വണ്ടി ഓടിച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാപ്പുത്താര ഹെയർ പിന്നൊക്കെ കയറാൻ പോകുന്നതിന് മുന്നായിട്ടുണ്ടല്ലോ അത്യാവശ്യം നല്ല മഞ്ഞും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഹെയർ പിന്നൊക്കെ കയറുന്ന സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഈശ്വര, എന്താ വെച്ചാൽ നമ്മുടെ മുന്നിലും പുറകിലും മാക്സിമം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു മിഡ് നൈറ്റിലേക്കാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോൾ കുറച്ച് ദൂരം പോകുമ്പോൾ കുറച്ച് വണ്ടികൾ ഫ്രണ്ടിൽ കാണും, അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തിന് വണ്ടികൾ കാണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറേ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ എവിടെ നിന്നൊക്കെയോ വണ്ടികളുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ശരി, മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ച് നമ്മൾ ഈ പോകുന്നുണ്ടായിരുന്നത്. കാരണം കണ്ടിന്യൂസ്ലി ഒറ്റ സ്ട്രെച്ചിൽ പോവുകയാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പുറപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം പേടിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും ട്രിപ്പ് നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ടിന്യൂസ്ലി ഇരുന്ന ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതർവൈസ് ഓക്കെ ആയിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. എനിക്ക് പൊതുവേ ട്രാവലിംഗ് ഇഷ്ടമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ കണ്ടിന്യൂസ്ലി ആയിട്ടുള്ള ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇപ്രാവശ്യം ഇച്ചിരി ഒരു മടുപ്പുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പോകുന്ന സമയത്ത് നമ്മൾ 1.5 ദിവസം കൊണ്ട് 1.25-2 ദിവസത്തിനുള്ളിൽ നമ്മളവിടെ എത്തി കേട്ടോ. പക്ഷേ എന്നാൽ പോലും നമുക്കൊരു അതിലൊരു മടുപ്പ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി വരുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. ആ വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഉണ്ടോ ഇവിടേക്ക് എത്തിയപ്പോൾ ആരുമില്ല, നമ്മുടെ ഫ്രണ്ടിലും പുറകിലൊന്നും ആരുമില്ല. ഏകദേശം നമ്മുടെ ഹെയർ പിന്നുകളിലേക്ക് ഒരു മിഡിൽ എത്തിക്കാണും നമ്മൾ. പക്ഷേ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല തണുത്ത കാറ്റ്. എന്നാൽ ഗ്ലാസ്സൊക്കെ ചെറുതായി തുറന്നിട്ടൊരു ഇളം കാറ്റ്, ഒരുപാട് കാറ്റ് വീശാനും തുറന്നിട്ടുള്ള ധൈര്യവും നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടാ. ഹോട്ടലിലേക്ക് എഴുതിയാതോ അത് കാണുന്നില്ല എന്താണ്. അങ്ങനെ ഞങ്ങൾ സാപ്പുത്താരയുടെ എൻഡിങ്ങിൽ നമ്മൾ എത്തിയ സമയത്ത്, സാപ്പുത്താര തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഹിൽ ടോപ്പിലെത്തിയപ്പോൾ അത്യാവശ്യം ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി നമ്മൾ ഒരു പുലർച്ചയൊക്കെ ആയിക്കാണും ചായ, മാഗി, പൗവ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം എല്ലാവരും രാത്രി അങ്ങനെ ആരും ഫുഡ് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നൊന്നും അങ്ങനെ 2 ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്, ഉറക്കം വരുന്നു പറഞ്ഞിട്ടേ. പിന്നെ വാഷ്റൂം പോകുന്നത് ഒരു പ്രശ്നമാണല്ലോ നമുക്ക്. പിന്നെ ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ വാങ്ങിച്ച് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. നല്ല മഴ പെയ്തിട്ട് തോർന്ന സമയമായിരുന്നു. അപ്പോൾ നല്ല ചൂടുള്ള ഫുഡും നല്ല തണുത്ത സാഹചര്യത്തിൽ നല്ല ചൂട് ചായയും കൂടെ കഴിക്കാൻ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ അധികം കഴിച്ചില്ല, കാരണം വാഷ്റൂമിൽ പോകാനൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ രാവിലെ സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ അങ്ങനെ ഹെവി ആയിട്ട് കഴിക്കാൻ നിന്നില്ല. എന്നാൽ എല്ലാവരുടെ കയ്യിൽ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. അറിയാതെ പിന്നെയും കുറച്ച് കഴിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആദ്യം വേണ്ടാന്ന് പറഞ്ഞു ഞാൻ, കാരണം എന്താ പറയുക തണുപ്പൊക്കെ ആയിട്ട് നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലയെന്ന് തന്നെ കഴിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം. പ്രത്യേകിച്ച് ആ തണുപ്പിൽ നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു നമുക്ക്. ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ ഡേ 1 അവസാനിക്കുകയാണ്. പുലർച്ചെ 4 മണിയോട് കൂടിയിട്ട് അല്ലേ. ഇനി ഡേ 2 പകലത്തെ വിശേഷങ്ങളോട് ഞങ്ങൾ വരുന്നതായിരിക്കും. 4 മണി കഴിഞ്ഞു.